ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മളിന്ന് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇവിടെ ഇംഗ്ലീഷിൻ്റെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ധൈര്യപ്പെടുക, അല്ലെ ധൈര്യം ഇതുമായിട്ടൊക്കെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന വേർഡാണ് ഡെയർ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ പ്ലസ് ഡെയർ പ്ലസ് വെർബ് എന്ന ഫോർമാറ്റിൽ വരുന്ന ഡെയിലി യൂസ് ആയിട്ടുള്ള ഇംഗ്ലീഷിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ഡെയർ യു, നീ അത്രയ്ക്കായോ? ഹൗ ഡെയർ ഷീ, അവൾ അത്രയ്ക്കായോ? ഹൗ ഡെയർ യു സ്നാപ്പ് അറ്റ് മീ, എന്നോട് തറുതല പറയാൻ മാത്രം നീ വളർന്നോ? അപ്പോൾ തറുതല എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സ്നാപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ഡെയർ യു ക്വസ്റ്റ്യൻ മീ, എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നോ നീ? ഹൗ ഡെയർ യു കോൾ മീ സോ, എന്നെ അങ്ങനെ വിളിക്കാൻ മാത്രം വളർന്നോ നീ? ഹൗ ഡെയർ യു വിങ്ക് അറ്റ് മീ, എന്നെ സൈറ്റ് അടിക്കാൻ മാത്രം വളർന്നോ നീ? അപ്പോൾ സൈറ്റ് അടിക്കുക എന്നുള്ളതിനെ വിങ്ക് എന്നാണ് പറയുന്നത്. ഹൗ ഡെയർ യു മേക്ക് ഐസ് അറ്റ് ഹെർ, അവളെ പഞ്ചാര അടിക്കാൻ മാത്രം വളർന്നോ നീ? അപ്പോൾ പഞ്ചാര അടിക്കുക എന്ന് പറഞ്ഞാൽ മേക്ക് ഐസ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത്. ഹൗ ഡെയർ യു ചലഞ്ച് മീ, എന്നെ വെല്ലുവിളിക്കാൻ മാത്രം വളർന്നോ നീ? ഇനിയും നമ്മൾ അനദർ ഫോർമാറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡെയർ യു പ്ലസ് വെർബ് എന്നുള്ള രീതിയിൽ വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇനിയും അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെയർ യു ഗോ ദെയർ എലോൺ, നിനക്ക് അവിടെ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ടോ? ഡെയർ യു കോൾ മീ സോ വൺസ് മോർ, ഒരു പ്രാവശ്യം കൂടി നീ എന്നെ അങ്ങനെയൊന്ന് വിളിക്കാമോ? ഡെയർ യു കം ഔട്ട്, നിനക്ക് ഇറങ്ങി വരാൻ ചുണയുണ്ടോ? ഇനിയും നമ്മൾ വേറൊരു രീതിയിൽ പറയും, ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാ, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പറയുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ കുറച്ച് സെൻറ്റൻസ് എഴുതിയതിന് ശേഷം ഇഫ് യു ഡെയർ എന്ന് എന്താണ് അവസാനം ചേർക്കണം. എന്ന് വെച്ചാൽ ചുണയുണ്ടെങ്കിൽ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇഫ് യു ഡെയർ. ഓക്കെ, കം എലോൺ ഇഫ് യു ഡെയർ, ചുണയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാ. ഫ്രീ മൈ ഹാൻഡ്സ് ഇഫ് യു ഡെയർ, ചുണയുണ്ടെങ്കിൽ എൻ്റെ കയ്യിലെ കെട്ട് അഴിച്ചുവിട് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സെൻറ്റൻസുകളൊക്കെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മളെ വെല്ലുവിളിക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കോൾ മീ നെയിംസ് വൺസ് മോർ ആൻഡ് ഷോ മീ വാട്ട് യു ആർ മെയ്ഡ് ഓഫ്, നീ നിൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനെങ്കിൽ എന്നെ ഒരു പ്രാവശ്യം കൂടി ചീത്ത വിളിക്കുക. അപ്പോൾ കോൾ മീ നെയിംസ് എന്നാണ് പറയുന്നത്, ചീത്ത വിളിക്കുക എന്നുള്ളതിനെ. ദെൻ ഐ വിൽ ഷോ ഹിം വാട്ട് ഐ ആം മെയ്ഡ് ഓഫ്, ഞാൻ ആരാണെന്ന് അപ്പോൾ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.